എന്ന ഫോട്ടോ ഇവൻ ഇന്നും എന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. കുവൈത്തിലെ കഴിഞ്ഞ വർഷം വരെ ഒരു ടീംസ് ഉണ്ടായിരുന്നു. ഏകദേശം 10ഓളം ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു ഗ്യാങ്. ഇവരുടെ സ്ഥിരം പരിപാടിയായിരുന്നു എവിടെയെങ്കിലും സ്റ്റേജ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോകുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അടി ഉണ്ടാക്കുക, പ്രോഗ്രാം പൊളിച്ചു കൊടുക്കുക. ഇവർ പോകുന്ന എല്ലാവരും നന്നായി വീശിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അതിന്റെ സംഘാടകർക്ക് അറിയാം. കാരണം ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് കിട്ടുന്നത് വരെ അവരുടെ മനസ്സിൽ തീയായിരിക്കും ഇതൊന്ന് ഭംഗിയായി കഴിഞ്ഞാൽ മതി എന്നുള്ളത്. കാരണം ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിലുള്ള ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പോൾ ഇവിടുന്ന് പാക്കായി പോയി. അതിൽ നിന്ന് ഒരുത്തൻ ഇപ്പോൾ ബഹ്റൈനിലുണ്ട്. ഇത് ഈ കാണുന്ന ഫോട്ടോ ഇവന് ഇന്നും എന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് ഇത് പറയാൻ വേണ്ടി കാരണം എന്താ വെച്ചെങ്കിൽ ഇന്ന് ഓണമായിരുന്നു. ഇന്ന് പല സ്ഥലങ്ങളിൽ നിന്നും കുറച്ച് മലയാളികളൊക്കെ പോലീസ് പിടിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഓണം ആഘോഷിച്ചതല്ല അവരെ പിടിച്ചത് വീശിയതിന്. അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ ഓണപരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കുവൈത്തിൽ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ അടിക്കുകയോ അടിക്കാതിരിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ പഴയതുപോലെയൊന്നും അല്ല കുവൈത്തിൽ. മദ്യപിച്ചിട്ട് എവിടെ നിന്ന് പിടിക്കപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഡീപോർട്ടാണ് ആ കാര്യം.